ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. കൈകൾ ഉയർത്തി വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദൈവത്തിന് എങ്ങനെയും നമ്മുടെ വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക. ഏത് തരത്തിലാണെങ്കിലും ദൈവം ഒരു തീരുമാനം ഉണ്ടാക്കിയാലും മതി. അത് നെഗറ്റീവ് ഒരു പോസിറ്റീവ്, രോഗം എന്തോ എന്നെ പിടിച്ചോട്ടെ, നമ്മുടെ വിഷയത്തിൽ ദൈവം ഇടപെടണം. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഓപ്പണായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടതാണ്. ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടണം. വാട്ട് എവർ മേ ബി ദി ഇഫക്റ്റ്, അതിൻ്റെ ഇഫക്റ്റ് എന്തോ ആയിക്കോട്ടെ, അത് ചിലപ്പോഴും ആദ്യം നെഗറ്റീവാകാം, അതിനുശേഷം അത് പോസിറ്റീവായിട്ട് വരാം. അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഭാഗമാണ്. മാനുഷികമായിട്ട് നമ്മൾ അതിനെ കാണേണ്ട കാര്യമില്ല. പക്ഷേ ദൈവം ഇടപെടണം. എന്നൊരു കാര്യം വ്യക്തമാണല്ലോ. ഉടമ്പടി പോലെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്ന ഒരു ആധ്യാത്മിക പദ്ധതി നമ്മുടെ അറിവിലില്ല. അത്രയും സുനിശ്ചിതമായ രീതിയിലാണ് ദൈവം ഉടമ്പടിയിൽ നമ്മൾ ആ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയാണെങ്കിൽ, ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താ, ഉടമ്പടി ചെയ്യുന്നുണ്ട് എല്ലാവരും, പക്ഷേ വാട്ട് ഇസ് സ്പിരിറ്റ് ഓഫ് ദി കവനന്റ്? ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്താണ്? ഉടമ്പടിയുടെ സ്പിരിറ്റ് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സിൻ്റെ സമർപ്പണമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആമേൻ. ബേസിക്കായിട്ട് നമ്മൾ വിശ്വാസി എന്താണ് ആർജിക്കേണ്ടത്? വിശ്വാസം ഒരു ദൈവാർജിതമായിട്ടുള്ളൊരു മാർഗമാണ്, ദൈവത്തെ ആർജിക്കാനുള്ള ഒരു മാർഗമാണ്. വിശ്വാസി ബേസിക്കായിട്ട് എന്താണ് ആർജിക്കേണ്ടത്? ഏത് കാലാവസ്ഥയിലും ദൈവത്തിൻ്റെ ഹിതത്തിൽ സന്തോഷിക്കാനുള്ള ആർജവം ഉണ്ടാകണം. ഏത് കാലാവസ്ഥ, ഇപ്പം വർഷം വന്നു, നമ്മൾ വർഷത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. മൺസൂൺ ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവരും വർഷം നമ്മൾ ഈ വെള്ളത്തിൽ കിടക്കുന്ന കാരണം പ്രളയവും
പരാധീനതയൊക്കെ കാരണം നമുക്ക് വർഷം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് കൊച്ചു പെരകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലവരുടെ ചോറ്റുപാത്രത്തിൽ ചോറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറ്റുപാത്രത്തിൽ വെള്ളം വീഴും. എൻ്റെ കുഞ്ഞുനാളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു ഓർമ്മകളൊക്കെ വർഷത്തെ അത്ര കണ്ട് സ്വാഗതം ചെയ്യുന്നതല്ല. നാട്ടിൽ മുഴുവനും വെള്ളമായിരിക്കും. അത് ഒരു 4 മാസമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കേണ്ടി വരും. പറമ്പിൽ കര കാണത്തില്ല, കാരണം തോടൊന്നല്ലേ സ്ഥലം, തോടാണ് മുഴുവനും. അപ്പം അത് വർഷത്തേക്ക് നിറഞ്ഞു കിടക്കും. പിന്നെ കാലിൽ ചൊറി, അതുപോലെ തന്നെ വളങ്കടി. ഇപ്പോഴൊക്കെ വളങ്കടി ഇല്ലല്ലോ, പണ്ട് വളങ്കടി ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട് വളങ്കടി. അതിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വിണ്ട് കീറി പഴുത്തിരിക്കും. രാത്രി കൊണ്ടുവന്ന് മണ്ണെണ്ണ വിളക്കേ വെച്ചോളും. കാല് നീട്ടി മണ്ണെണ്ണ വിളക്ക് കാര്യം കടിച്ചിട്ടേ വേദനിച്ചിട്ട് ചൊറിഞ്ഞിട്ട് അവസാനം മണ്ണെണ്ണ വിളക്കായിരിക്കുമല്ലോ അന്ന് ഉപയോഗിക്കണത്. അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കെ കാല് കാണിച്ചു കൊടുക്കും. 10-40 കൊല്ലം മുമ്പുള്ള 10-60 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ് പറയണത്. അപ്പോൾ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വലിയ സങ്കടം വരും. മഞ്ഞുകാലത്ത് ചുമയും പനിയും കൊരയുമായിട്ട് വേറൊരു സങ്കടം. അതെന്നാലും മഞ്ഞുകാലം കുറച്ചൊരു മെച്ചമാണ്. വേനൽക്കാലത്ത് കൊടും ചൂടാണ്, ശരിക്കും പറഞ്ഞാൽ കൊടും ചൂടാണ്. എന്നാലും രാവിലെയും വൈകുന്നേരവും വലിയ കുഴപ്പമില്ല. രാത്രി കിടക്കുമ്പോൾ ചൂടാണ്. ഇപ്പോൾ ഒരു കാലാവസ്ഥയും അങ്ങനെ ഫുള്ളായിട്ട് ബെറ്റർ അല്ലല്ലോ, ആണോ? ഒരു കാലാവസ്ഥയും ഫുള്ളായിട്ട് മെച്ചമാണെന്ന് പറയാൻ പറ്റുക. താരതമ്യേന മോശമല്ല, നോട്ട് ദാറ്റ് ബാഡ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതം ഇതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ ഒരു കാലാവസ്ഥയും നിങ്ങൾ അതിൻ്റെ അനുഭവങ്ങളെയാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥകൾ എല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. അനുഭവങ്ങളെയാണ്, ഒരു നല്ല അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ വി വിൽ നോട്ട് ബി ദാറ്റ് സാറ്റിസ്ഫൈഡ്. നമുക്കത്രയും സന്തോഷമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. വചനം പറയണത് വാട്ട് മേ ബി ദ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താലും നിങ്ങൾ ദൈവത്തിൽ, നിങ്ങളുടെ മനസ്സ് ദൈവത്തിലായിരിക്കണമെന്നാണ്. അതാണ് ബൈബിൾ പറയണത്. ഓരോ കാലങ്ങൾ. നടപടി പുസ്തകം 17:25 ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി, ഒന്ന് പറഞ്ഞ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. കണ്ണീരാകാം, സന്തോഷമാകാം. അപ്പോഴ് ആ കാലത്തിൽ കൂടെ കണ്ണീരിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത്. സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത്. പിന്നെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. കൈയടിച്ച് കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ലക്ഷ്യം വെച്ച് ആരാധനയിലൂടെ അഭിഷേകം നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11:37, യോഹന്നാൻ 11:37 ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കരയുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നുണ്ട്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണത്. Then Jesus wept. ബൈബിളിലെ ഈ 3 ലക്ഷത്തോളം വചനങ്ങളുള്ള ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണ്. 11:35 വായിക്കുന്നത് Then Jesus wept. അപ്പോൾ അവൻ കരഞ്ഞു. അതാണ്. അപ്പം കർത്താവും നമ്മുടെ കരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബാഡ്. കരച്ചിൽ മോശമുള്ള കാര്യമായിട്ട് എടുക്കണില്ല. മനസ്സിലായി? അവനോട് നമ്മുടെ കരച്ചിലിനോട്, എല്ലാ കരച്ചിലിനോടും കർത്താവ് ഐക്യദാർഢ്യം പുലർത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദൈവം നമ്മുടെ കരച്ചിലും ഏറ്റെടുത്തിരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവ്. ഇന്നത്തെ ദിവസം നമ്മൾ താബോർ മലയിൽ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ താബോർ മലയുടെ മുകളിലേക്ക് കയറി
യാക്കോബ്, യോഹന്നാൻ, പത്രോസ് 3 പേരുടെ കൂടെ പ്രാർത്ഥിച്ചതാണ് അച്ഛൻ വായിച്ച് നമുക്ക് രാവിലെ കുർബാനയ്ക്ക് പറഞ്ഞു തന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? ഞാനീ താബോർ മലയിൽ കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറോളം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെ വിട്ടിട്ട് ഞാൻ മാറി വേറെ സ്ഥലത്ത് നിന്ന് താബോറിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മുകളിലെ മലകളിലെ കുറച്ച് സ്ഥലം, ഒരു 2 ഏക്കർ 1 ഏക്കർ സ്ഥലം മാത്രമേ ഒരു പരന്ന സ്ഥലമുള്ളൂ. പള്ളിയാണ്. കർത്താവ് രൂപാന്തരപ്പെട്ട സ്ഥലത്ത് വലിയൊരു ദേവാലയമാണ്. അതിനകത്ത് മോശയും ഏലിയായും കർത്താവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ പുറത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതിൻ്റെ ഇടതുവശത്തേക്കാണ് ന്യായം എന്നൊരു സ്ഥലമുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതാ ഓർത്തത് അവിടെ വെച്ച്. ആ പട്ടണങ്ങളൊക്കെ ഏറെക്കുറെ എനിക്ക് ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള കാരണം എനിക്ക് അറിയാം. താബോറിൻ്റെ ഓരോ സ്ഥലത്ത് എവിടെയാണ് ഹെർമോൺ. ഞാൻ ഹെർമോൺ കിഴക്ക് ഹെർമോണിലേക്ക് നോക്കുമ്പോൾ അവിടെ മഞ്ഞ് പോലെ ഇങ്ങനെ ഷാഡോ ചെയ്ത് കിടക്കുന്ന സ്ഥലം. ഇടതുവശത്ത് താഴേക്ക് നോക്കുമ്പോൾ നായിം പട്ടണം. ഈ നായിം പട്ടണത്തിൽ ഒരിക്കൽ കർത്താവ് നടന്നു വരുന്ന, കർത്താവ് ഇങ്ങനെ വഴിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ശവപ്പെട്ടി വരുന്നു. ഉടനെ ബൈബിൾ പറയണത് ശവപ്പെട്ടിയിൽ ഉള്ള ആൾ ഒരു വിധവയുടെ ഏക മകനാണ്. അത് കർത്താവ് മനസ്സിലാക്കി. ആ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന യുവാവ് ഒരു വിധവയുടെ മകനാണെന്ന് കർത്താവ് മനസ്സിലാക്കി. ആരും പറഞ്ഞതല്ല, ഈശോ ദൈവമായതുകൊണ്ട് മനസ്സിലാക്കി. പിന്നെ ഈശോ മനസ്സിലാക്കിയത് ഏക മകനാണെന്ന് മനസ്സിലാക്കി. ചെറുതല്ല വിഷയം നിസ്സാരമല്ല. നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഡീറ്റെയിൽസ് കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഓരോ ദിവസവും സാക്ഷ്യം പറയണത്? നമ്മുടെ അൾത്താരയിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് സാക്ഷ്യം പറയുന്ന ആൾക്കാർ. ദാറ്റ് മീൻസ് നിൻ്റെ ഡീറ്റെയിൽസ്, നിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാം ഈശോ ഇങ്ങനെ സ്കാൻ ചെയ്ത്, നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കാനിങ് റിപ്പോർട്ടുള്ള കർത്താവിൻ്റെ കയ്യിലാണ്. ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ വിധവയുടെ ഈ ശവമായി കിടക്കുന്ന മകൻ ആ വിധവയുടെ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയുടെ മകനാണ്. അതല്ല നമുക്ക് സങ്കടപ്പെടുന്നത്, അതിൽ വേറെ ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാനോ വേറെ എടുത്ത് കൊടുക്കാനോ ആരുമില്ല എന്ന് കണ്ടാലേ കർത്താവ് വല്ലാത്തൊരവസ്ഥയിലാകും. നമ്മൾക്ക് ആരുമില്ല എന്ന് കണ്ടാൽ. പക്ഷെ നമ്മളത് അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ പ്രശ്നം നമ്മളിതെല്ലാം എല്ലാവരും ഉണ്ടെന്നും ധരിച്ച്, നമ്മുടെ ഏറ്റവും വലിയ അപകടം അതാണ്. ഞാൻ എൻ്റെ കൊച്ചച്ഛനോട് ക്ലിയറച്ചോട് പറഞ്ഞതിന് നമ്മളൊക്കെ വിശുദ്ധരാണെങ്കിൽ മാതാപിതാക്കന്മാർ മരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അച്ഛൻ ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്തസാക്ഷിയാകാൻ നമ്മുടെ മാതാപിതാക്കന്മാർ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്തസാക്ഷിയാകാൻ പറ്റത്തില്ല. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. നമുക്ക് കർത്താവിന് വേണ്ടി കമ്മിറ്റഡ് ആകണം. അവസാനം രക്തസാക്ഷ്യത്തിലേക്ക് വരുന്ന ഒരു സമയം വന്നാൽ നമ്മുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരുമൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പിന്തിരിപ്പിക്കും. നിനക്ക് പത്രോസിനെ പോലെ പറഞ്ഞില്ലേ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ മാതാപിതാക്കന്മാർ പോലും കർത്താവ് സാത്താനെ വിളിച്ചെന്ന് വരും. സാത്താനെ, നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത്, മാനുഷ്യ കാര്യം, നീ എൻ്റെ പിന്നിൽ പോകാൻ പറയും. ക്രിസ്തു അതിനു വേണ്ടി മാത്രം പോകുന്നയാളാണ്. നമ്മുടെ ജീവിതം മൊത്തം സമർപ്പിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് കൊണ്ടാണ് ക്രിസ്തു നമ്മളെയും അതുപോലെ കാണുന്നത്. ഇപ്പം നിങ്ങൾ ക്രിസ്തുവിനെ എന്തുമാത്രം സഹോദരങ്ങളെ ജോലി, വീട്, വിവാഹം ചോദിക്കണതൊക്കെ ഈശോ തന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ നീ ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഥയൊന്നുമില്ല. എന്താ കാര്യം? ബൈബിൾ എന്താ പറയണത്? സാത്താനും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഇല്ലേ? 2:19 എടുത്തേ, യാക്കോബിന്റെ ലേഖനം. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് 2:19 ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അത് നല്ലത് തന്നെ. അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അവർ ഭയന്ന്
ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നു. ഈ പിശാചുക്കളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ തന്നെയാണ് നമ്മളെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കണില്ല. മനസ്സിലായില്ലേ? ആദ്യം ഈ പത്രോസ് പിശാചുക്കളുടെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിലായിരുന്നു. പത്രോസിൻ്റെ പ്രശ്നം അതാണ്. പത്രോസിൻ്റെ വിശ്വാസം വലിയ വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു പ്രയാസകരമായ സാഹചര്യത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ പിശാചിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വരും. പത്രോസിന് വന്നതാണ്. എന്താ ഈശോ പറഞ്ഞത്? മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നു, അവരവനെ പീഡിപ്പിക്കും, അവരവനെ വധിക്കും, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അത് പത്രോസ് ശ്രദ്ധിച്ചില്ല. വധിക്കും എന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാണ് പത്രോസ് കേട്ടത്. പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടപ്പോൾ തന്നെ പത്രോസിൻ്റെ വിശ്വാസം പിശാചിൻ്റെ നിലവാരത്തിലേക്ക് വന്നു. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുക, പ്രയാസങ്ങൾ വരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്നുവെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ താഴ്ച ഉണ്ടായാൽ നിങ്ങൾ പിശാചിൻ്റെ വിശ്വാസത്തിലേക്ക് നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യണത്. യു ഗോട്ട് ദ പോയിന്റ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സത്താനെ നീ എൻ്റെ പിന്നിൽ പോകും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മർക്കോസ് 8:33. മർക്കോസ് 8:33. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനേ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്ത പക്കാ മാനുഷികമാകും. പക്കാ മാനുഷികമായ ചിന്താഗതിയോട് ജീവിക്കുന്ന ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ടുപോകാൻ യേശുവിന് പറ്റത്തില്ല. അയാളെ പുറകിൽ പോകണം. അതാണ് പ്രശ്നം. അതാ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയും. പക്ക മാനുഷികമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്നാ തടയും, നമുക്ക് എന്നാ കിട്ടും. നീ ഉടമ്പടി എടുത്താണല്ലോ, അത് പുതുക്കിയതാണല്ലോ, എന്നിട്ടും PR കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിനോട് എന്തുകൊണ്ട് നീ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ എഴുന്നേക്കാൻ താമസിച്ചു പോയാൽ നീ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. കാരണം മനസ്സിലായില്ലേ? ഇപ്പം നീ ഇപ്പോൾ 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കി, എന്നിട്ടും നിനക്ക് എന്താണ് PR ആയില്ല, PR ഒത്തില്ല, അല്ലെങ്കിൽ വസ്തു വിറ്റില്ല. അതോടുകൂടി നീ പിറ്റേ ദിവസം എന്താ ചെയ്യണത്? ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലേണ്ടത് പണ്ടത്തെ ആ ഉസ്സിരി കാണിക്കണില്ല. എഴുന്നേക്കാൻ താമസിച്ചു പോയി. നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എഴുന്നേക്കാൻ താമസിച്ചു പോയാൽ ഉടമ്പടിയും നിങ്ങൾ പുറത്താകും. നിങ്ങൾക്ക് ഓർക്ക് എപ്പോഴെങ്കിലും ചെല്ലാൻ മതി, എപ്പോഴെങ്കിലും ചെല്ലാൻ പോരാ. 5:30 to 6:30 എൻ്റെ ടൈം, മാക്സിമം 5:30 അതിൻ്റെ ടൈം. അതെന്താ കാര്യം? അത് ബൈബിൾ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 119, 147 എടുത്തേ വചനം, സങ്കീർത്തനം 119, 147. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 119 സങ്കീർത്തനം 147 തിരുവചനം. അതിരാവിലെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 5:30 മണിയെങ്കിലും അല്ലേ? അതാണ് അതിരാവിലെ. ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഉടമ്പടി നീ പ്രത്യാശ അർപ്പിക്കണ എപ്പോഴാണ്? അതിരാവിലെയാണ്. അതാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 5:30 എന്ന് പറയണത്. 5:30 to 6:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിച്ചുകൾക്ക് കൂടി, കുറച്ച് മടിച്ചുകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് 6:30 എന്ന് പറയണത്. ശരിക്കും 5:30 5:30. അതിനുള്ളിൽ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. കാര്യം ആ വചനം ഒന്നിന് വായിച്ച്, അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പറഞ്ഞ്
ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വാഗ്ദാനം ഉള്ളത്? ഓൾമോസ്റ്റ് ഓൾ തിങ്സിന് വാഗ്ദാനമാണ്. എല്ലാത്തിനും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ ഈ സാക്ഷ്യങ്ങളുടെ വെറൈറ്റി കേട്ടാൽ മനസ്സിലാകും. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താണ്? വാഗ്ദാനം എന്ന ഉടമ്പടിക്ക് ബൈബിളിൽ പല പേരാണ് പറയണത്. വാഗ്ദാനം എന്ന് പറയും, കൽപ്പന എന്ന് പറയും, നിബന്ധന എന്ന് പറയും, നിയോഗമെന്ന് പറയും, ഉടമ്പടി എന്ന് പറയും. അപ്പം ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തെ പ്രത്യാശ അർപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങുമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ആ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് 10 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു. പിടിയിട്ടില്ല. അപ്പോൾ പ്രത്യാശയുടെ ബന്ധം, നീ രാവിലെ എഴുന്നേൽക്കുന്നത് പ്രത്യാശയുമായിട്ടാണ് ബന്ധം കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കിടന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. പ്രത്യാശ ഇല്ലാത്തവരാ. ഇഷ്ടമുള്ളപ്പോൾ കിടന്ന് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വചനത്തിൽ ഉടമ്പടി പ്രത്യാശ ഉള്ളവർ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ നോക്കണം. ജീവിതത്തിന് ചിട്ട വേണം. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങളെ ചിട്ടയോടെ പരിപാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ച്, നിങ്ങൾക്ക് വചനം കിട്ടാൻ വേണ്ടി, അച്ഛന് വചനം കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് വചനം മനസ്സിലാക്കാൻ വേണ്ടി, കർത്താവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന എല്ലാ മക്കളെയും നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന, അവർക്ക് എല്ലാവർക്കും ആവശ്യമായ വചനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കണ്ണിനെ സ്ഥാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗകവാടം തുറന്ന് ഞങ്ങൾക്ക് വചനം നൽകണമേ. വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആൻസി എളവൂർ. അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ തീക്ഷണമതിയായ ഒരു ലേഡിയാണ്. കേൾക്കുമ്പോൾ അറിയാം. ചിലർക്ക് ഉടമ്പടിയൊക്കെ എടുക്കുമ്പോഴേ അവർക്ക് ബേസിക്കായിട്ട് ഫെയ്ത്ത് ഉണ്ട്, ബേസിക്കായിട്ട് ദൈവസ്നേഹമുണ്ട്. അത് പിന്നെ വെൻ ഇറ്റ് സെറ്റ് ഇൻ ടു ദി കവനന്റ് പ്രെയർ അത് ആക്സലറേറ്റ് ചെയ്യും. ഇപ്പോൾ ബേസിക് ഫെയ്ത്ത് ഉള്ളവരില്ലേ, ചിലർക്കിങ്ങനെ ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം, വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയല്ല, ഇവർക്ക് ബേസിക് ഫെയ്ത്ത് ഉള്ള ആളാണ്. ബേസിക് ഫെയ്ത്തും അത് ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളാണ്. അത് വലിയ സന്തോഷമാണ്. അതായത് നമുക്ക് ഉടമ്പടി സാക്ഷ്യം പറയുന്നവരെ കേട്ടാൽ മനസ്സിലാകും. അതായത് അവർക്കുള്ള സ്വതസിദ്ധമായ വിശ്വാസമില്ലേ, അവർക്കുള്ള സ്വതസിദ്ധമായ ദൈവസ്നേഹം, അവർ ഉടമ്പടിയിലേക്ക് വരുന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അതിൻ്റെ അകത്ത് പ്രയോഗിക്കും. അങ്ങനെയാണ്. പിന്നെ ദൈവമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയണത്. ഓരോ സാക്ഷ്യം പറഞ്ഞിട്ടും പറയും ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ 2012 അവർ നഴ്സിംഗ് പാസ്സായ ആളാണ്. അപ്പം അവർ പറയണത് അവരുടെ വീട്ടിൽ, ഇനി ഏത് വീട് കെട്ടിച്ച വീടാൻ വേണ്ടിയാണ്, അവരുടെ സ്വന്തം വീടാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവരെ എപ്പോഴും ആക്രമിക്കുന്നവരും അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ പറയണത്, നീ ഇവിടെ വന്നിട്ടാണ് ഇത് മുടിഞ്ഞു പോയത്, കുടുംബം മുടിഞ്ഞു പോയത്, നിന്നെ എന്തിനു കൊള്ളാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ നേരം വെളുക്കുകയും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവൾ ഇരുന്ന് കർത്താവിനോട് കാര്യം, കർത്താവേ എന്നെ നീ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത്, ഈ മനുഷ്യന്മാരെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ അവളുടെ കുറ്റപ്പെടുത്തലിലൂടെ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും കർത്താവിൻ്റെ അക്കൗണ്ടിൽ വെച്ചാണ് അവൾ വിശ്വാസപൂർവ്വം അതിനെ തരണം ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്,
അവൾ നീ ഉടമ്പെടുക്കാൻ പറഞ്ഞത്. അതായത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വഴിമുട്ടി പോകുമ്പോൾ ദൈവം തന്നെ അവരോട് പറയവേ ഉടമ്പെടുക്കാൻ പറയും. എത്ര പേരാണെന്നാണ് ഇവിടെ സാക്ഷ്യം പറയണത്. അവരുടെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ വളരെ വല്ലാത്ത മോശം കണ്ടീഷൻസ് വരുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവർക്കൊരു നോട്ട് കൊടുക്കും ഉടമ്പടി എടുക്കാൻ. അതറിയണമെങ്കിൽ ഈ ദിവസം ഷീജ എന്നും പറഞ്ഞ് സെൻദേവ്, ഷീജ സെൻദേവ് അമ്മയും മകനുമാണ്. അപ്പോൾ അവർ ശ്രീ ചിത്രയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ചെന്നിരിക്കുന്നതാണ് ഷീജ. അവരുടെ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. എന്നുവെച്ചാൽ അവരുടെ മകന് ഹൃദയത്തിൻ്റെ അരികിൽ അകത്ത് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റ് വളർന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡൊക്കെ ഉണ്ട്. അത് കാരണം ശ്വാസം മുട്ടലുണ്ട്. അത് കാരണം അവൻ മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അവനെ മേജർ സർജറിക്ക് ഇവിടെ ശ്രീജിത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞരമ്പിൻ്റെ അടുത്താണ് ഈ സിസ്റ്റ് ഇരിക്കുന്നത്. അപ്പം സിസ്റ്റയുടെ തൊട്ട ഹൃദയ ഞരമ്പ് ഛേദിച്ചു പോകും, മരിച്ചു പോകും. അപ്പോൾ കാരണം ഡോക്ടർമാരെ തൊടുന്നില്ല. അതുകൊണ്ട് അവർ പറയണത് ജീവിച്ചിരിക്കണം അത്രയും ജീവിച്ചിരിക്കട്ടെ, അത്രയും നമുക്കവനെ കാണാമല്ല. അവരമ്മയോട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവർ പറയും. അതിനകത്ത് എന്ത് ഭവിഷ്യത്ത് വരുന്നതല്ല, അതിന് വലിയ ഭവിഷ്യത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അവനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ അവസ്ഥ അതാണ്. ഹൃദയഞരവും മുറിഞ്ഞാൽ മരിച്ചു പോകും. അതുകൊണ്ട് കാണാൻ പണ്ട അത്രയും കാലം കാണുക അമ്മ എന്ന് പറയും. അതുകൊണ്ട് ശ്രീചിത്ര ഇവനെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സങ്കടപ്പെട്ട് ശ്രീചിത്രയിൽ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാനിങ് റൂമിൻ്റെ പുറത്ത് ഷീജ ഇരിക്കുകയാണ്. മകനകത്ത് സ്കാനിങ്ങിന് വിട്ടിരിക്കുകയാണ്, ഇവർ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വേറെ അവിടെ ഇരിപ്പുണ്ട്, ബ്ലഡ് ക്യാൻസറായിട്ട് മകന്. അപ്പോൾ അവർ സന്തോഷമായിട്ടൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ വേദനിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ആ സംസാരത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഷീജ ഉടനെ അവരോട് ചോദിക്കും, നിങ്ങളെന്താ ഇത്രയും വലിയ കടുത്ത രോഗം വന്നിട്ട് എന്താ നിങ്ങൾക്കൊരു സന്തോഷത്തായിട്ടിരിക്കണം എന്താ? അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങളെന്തിനാണ് പേടിക്കണത്, ഞങ്ങളുടെ കാര്യം കൃപാസന അമ്മയിലേ ചെയ്യണമെന്ന്. അയ്യോ, ഈ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കരമാണ് സാർ. അപ്പോഴേ ഷീജ ചോദിച്ച ആരാണ് കൃപാസന അമ്മയെന്ന്. പിന്നെ ഇവർ കൃപാസന അമ്മയെക്കുറിച്ച് അവർ പറയും. അവർ ഈ ബ്ലഡ് ക്യാൻസറുള്ള മാതാപിതാക്കൾ ഷീജയോട് പറയും. അങ്ങനെ ഒരു പത്രം കൊടുക്കും ഉടനെ. പിന്നെ അവർ ഇവിടെ വരും. ഇവിടെ വരുന്ന അവർ ഉടമ്പടിയൊക്കെ എടുത്ത് പോകുമ്പോൾ അപ്പോൾ ഡോക്ടറിൻ്റെ മൈൻഡ് ചേഞ്ച് ആവും. ഡോക്ടർ പറയും, നിങ്ങൾ വേറെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞാൻ നിങ്ങളെ അയക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഡോക്ടർ പറയും, ഓപ്പറേഷൻ ചെയ്ത ഹൃദയ ഞരമ്പ് മുറിയും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഉടമ്പടി തൈലം എപ്പോഴും ഒരു നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരതിന് ഉടമ്പടി തൈലമെന്നല്ല ഷീജ വിളിക്കണത്, വിശ്വാസ തൈലമെന്നാണ് വിളിക്കണത്. ഓരോ മനുഷ്യന്മാരെ വിളിക്കണ വിളിയേ അനുഭവത്തിൽ നിന്നല്ല അവർ വിളിക്കണത്. നമ്മൾ ഉടമ്പടി തൈലം എന്ന് പറയും. അവർ പറയും, ഞാൻ വിശ്വാസ തൈലം. അപ്പം വിശ്വാസമാണ് തൈലമായിട്ട് പെട്ടെന്നാണ് അവൾ പറയണത്. ഞാൻ വിശ്വാസ തൈലം എൻ്റെ മകൻ്റെ നെഞ്ചത്ത് പുരട്ടി, എന്നിട്ട് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എനിക്കൊരവസരം തരിക, ഞാനിത് നോക്കാം, പിന്നെ സങ്കടം വന്നാൽ നമുക്ക് 50-50. പക്ഷേ മനസ്സായി ഡോക്ടറിന് മനസ്സായി ഓപ്പറേഷൻ ചെയ്യാൻ. അത്രയും അമ്മ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഉടനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് മകനെയും ഉറക്കറെ ഇനി ദൈവനിശ്ചയം അതാണെങ്കിൽ സ്വീകരിക്കാൻ അവനും തയ്യാറായി. പക്ഷെ അവൻ ഓപ്പറേഷന് കയറാൻ നേരത്ത് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ നെഞ്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അമ്മ വന്ന് എൻ്റെ കൂടെ നിൽക്കുക എന്ന് ഷീജയോട് ചോദിക്കും. അപ്പോൾ ഷീജ പറയും, തീർച്ചയായിട്ടും വന്ന് നിൽക്കും, ഞാനല്ല നിൻ്റെ അമ്മ, പരിശുദ്ധമ്മ, കൃപാസനം മാതാവെന്ന്.
ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ ഒരു അനുഭവം എന്ന് പറയണത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ അമ്മ നേരിട്ട് ഹാജരാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറയുന്നവർ പറയും, ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയാമോ? എൻ്റെ ഈ സാക്ഷ്യം എടുത്തിട്ട് വേണം സഭ അമ്മയുടെ പ്രത്യക്ഷീകരണം പഠിക്കാൻ. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു ഇന്നലെ. ആൾക്കാരിപ്പോൾ ഇതിന് മുമ്പത്തെക്കാളും വളരെ സീരിയസ് ആണ്. മുമ്പത്തെക്കാൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഏറ്റവും കാര്യങ്ങളെക്കുറിച്ച് അറിയാവർ. കാര്യം കൃപാസന അമ്മയെന്ന് പറയുന്നത് ഫാത്തിമ മാതാവില്ലല്ലോ, അത് വേളാങ്കണ്ണി അമ്മയല്ല, അത് ലൂർദ് മാതാവുമല്ല. പിന്നെ ആരാണ്? കൃപാസന ആൾക്കാർ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് ഇവിടെ സമയഘടികാരം നെഞ്ചി ചാർത്തി ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് കൃപാസന മാതാവ് എന്ന് പറയണത്. അപ്പോഴേ ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ്. മനുഷ്യൻ്റെ വ്യക്തിപരമായ ദുരന്തമായാലും ശരി, രാജ്യത്തിൻ്റെ ദുരന്തമായാലും ശരി, ലോകത്തിൻ്റെ ദുരന്തമായാലും ശരി, എല്ലാ ട്രാജഡിയും കലാമിറ്റിയും അമ്മ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്കും അമ്മ ആളാം പ്രതി കടന്നു വരണത്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എൻ്റെ ദുരന്തപൂർണമായ ശാരീരിക ദുരന്തം, സാമ്പത്തിക ദുരന്തം, വിദ്യാഭ്യാസ ദുരന്തം, ജീവിത പങ്കാളിയെ കിട്ടാത്ത ദുരന്തം, വരുമാനമില്ലാത്ത ദുരന്തം, ശാരീരിക രോഗത്തിന്റെ ദുരന്തം, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങളെ, വീടില്ലാത്ത ദുരന്തങ്ങളെ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുരന്തം, അങ്ങനെ എൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എല്ലാ ദുരന്തങ്ങളിലേക്കും ആശ്വാസം പകരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമാതാവേ, മാതാവേ, പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനപേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആൻസി ഇളയാവരുടെ സാക്ഷ്യത്തിൽ ഒരു സാക്ഷിയാണ്. അവരുടെ വീട്ടിലെ അവരുടെ മകൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. മകനല്ല, ആങ്ങള പിച്ചും പേയും പറയാൻ തുടങ്ങി. അവൻ വിദേശത്ത് ജീവിക്കുകയാണ്, ജോലി അവിടെയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ സംസാരിക്കണത് ശരിയാകണില്ല. ഓരോ മനുഷ്യൻ്റെ ദുരന്തമേ, സംസാരിക്കണത് ശരിയാകണില്ല. ഒരു ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയണം. എന്താ വെച്ചാൽ സങ്കടം ഭയങ്കരമാണ്. കല്യാണം കെട്ടിക്കുക കുറേ നാളായി, 10-27 വയസ്സായപ്പോൾ ഇന്ന് വരെ ജീവിത പങ്കാളിക്ക് ഒക്കണില്ല. ഇപ്പോൾ ഇങ്ങനെ നിന്ന് പോകുവാന്ന് വിചാരിച്ചപ്പോഴേ അവൻ്റെ മനസ്സിൻ്റെ സമനില വിട്ട പോലെയൊക്കെ അവൻ സംസാരിക്കണം. നിങ്ങളിതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ദുരന്തമാണ് ശരിക്കും, എന്തുമാത്രം ദുരന്തമാണ്. അപ്പോൾ പെങ്ങൾക്കത് മനസ്സിലായി. അതായത് ആങ്ങളയ്ക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്ത, വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് മനസ്സ് വേദനിച്ചിട്ട് അവനിങ്ങനെ സമനില തെറ്റിയ പോലെയൊക്കെ എല്ലാവരോടും എടുത്തു ചാടും, എല്ലാവരോടും കോപിക്കും. തൊട്ടാൽ അവൻ വഴക്കുണ്ടാക്കി അവസാനിക്കത്തുള്ളത്. ഒന്നും പിടിക്കണില്ല, ഭക്ഷണം പിടിക്കണില്ല, വസ്ത്രം തേക്കണ പിടിക്കണില്ല. അപ്പോൾ ഇങ്ങനെ പിടിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് ആ വിഷയം അതല്ല, വേറെ എന്തോ വിഷയമാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ പെങ്ങളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവനെ വിവാഹം കല്യാണം വെക്കാത്ത വന്നു. ഒരു പെണ്ണ് അവനെ പിടിക്കണില്ല, അതാണ് പ്രശ്നം. അവന് പിടിക്കണ പെണ്ണുങ്ങൾക്ക് പിടിക്കത്തില്ല. എന്ത് ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴുടനെ ആൻസി പറഞ്ഞു ഉടമ്പടി എടുത്തില്ല. ആൻസി ഉടമ്പടി എടുത്ത കാരണം ആൻസിക്ക് ഒരു ധൈര്യമുണ്ട്.
ആൻസി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് അവൻ്റെ അവസ്ഥ കണ്ട, അവൻ പിച്ചിപ്പയും പറയാൻ കണ്ടില്ലേ, അവൻ്റെ സമനില എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവൻ നാളെ മറ്റന്നാളാ പോവുകയാണ് ലീവും കഴിഞ്ഞ്. ഇക്കാലം ലീവ് മുഴുവൻ ഇവിടെ നിന്നിട്ട് അവന് പെണ്ണ് കിട്ടിയില്ല, അവൻ പോവുകയാണ്, ഇനി അവൻ എപ്പോൾ വരാനാ, വന്നാൽ തന്നെ അവൻ ഇപ്പം തന്നെ ഇത് അവസ്ഥയെങ്കിൽ എന്ത് അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അമ്മയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് രാത്രി അമ്മ അവന് പെണ്ണിനെ കൊടുക്കണമെന്ന് പറയും. ഇന്ന് രാത്രി അവനുള്ള പെണ്ണിനെ എവിടെയാണ് ഉള്ളത്, അമ്മ അവന് അതിനൊരു അടയാളം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അത്രയും സ്വതന്ത്രമായിട്ട് അമ്മയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവൾ മാറിക്കിടന്ന് ഉറങ്ങും. അപ്പോൾ അമ്മ അവൾ ഉറങ്ങണ സമയത്താണ് അമ്മ പറയും, നീ പറഞ്ഞ കാര്യം സെറ്റായിട്ടുണ്ടെന്ന് പറയും. അത് അമ്മ ഇങ്ങനെ നമ്മോട് സംസാരിക്കുക, അത് രസമാണ്. അതായത് അമ്മ ഇവളോട് പറയും, ഈ രാത്രി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്, ഇവൾ സ്വരം കേൾക്കണ പോലെ അത് അവൾ ആന്തരിക ആത്മാവിൽ മനസ്സിലാക്കും. ഈ കൃപാസന അമ്മയുടെ ഒരു രീതി അതാണ്. അത് ഡയറക്റ്റാണ് സംസാരിക്കുക. കാണേണ്ട പാട്ടിൽ വന്ന് കാണും, സംസാരിക്കേണ്ട പാട്ടിൽ വന്ന് സംസാരിക്കും. അന്തരക്കരണം കൊണ്ട് നമ്മളത് കേൾക്കും, അന്തജ്ഞാനം കൊണ്ടത് തിരിച്ചറിയും നമ്മൾ. ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതം അനുഭവിക്കാത്ത തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത്. അപ്പോൾ അമ്മ അവളോട് പറയും, ഇന്ന് രാത്രി ഈ വിഷയം സെറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ സ്വന്തം അമ്മയെ വിളിക്കും. അമ്മ ഇന്നലെ രാത്രി വല്ലതും സംഭവിച്ചാൽ, അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യം പറയത്തില്ല. ഇന്നലെ രാത്രി ആങ്ങളുടെ കല്യാണമായിട്ട് വല്ലതും സംഭവിച്ചാൽ, അപ്പോൾ ഉടനെ പറയും, ഇന്നലെ രാത്രി 8:30 കഴിഞ്ഞപ്പോൾ ഒരു കോൾ ഉണ്ടായിരുന്നു, അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്, കല്യാണം കെട്ടിക്കാൻ തയ്യാറാണോ, നിങ്ങളുടെ മകനെ ഞങ്ങളുടെ മകൾക്ക് ആലോചിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെന്ന്. അപ്പോൾ ഇവൾ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, അത് അമ്മയുടെ കേസാണ്, ഇനി അത് കളയണ്ട, ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഇനിയൊന്നും അറിയണ്ട, തിരക്കണ്ട, അന്വേഷിക്കണ്ട, നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് കല്യാണം വിത്തിൻ ഒരു വീക്കിലെ കല്യാണം സെറ്റാകും. കല്യാണം നടക്കും. നമ്മളെൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ചെറുക്കന്മാരും പറയും, പെണ്ണുങ്ങളും പറയും, അല്ല ഞാനെവിടെ പോകാൻ, അമ്മ എങ്ങനെ പോയി പ്രാർത്ഥിക്കുക, അവൾക്ക് ചമ്മല, ദൈവത്തോട് അവൾക്ക് ജീവിത പങ്കാളിയെ കിട്ടണില്ലെന്ന് പറയാൻ ചമ്മല. അതാണ് പ്രശ്നം, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തോട് തുറന്ന് പറയാൻ പറ്റണില്ല, അത്രയും എളിമയില്ല നിങ്ങൾക്ക്. മര്യാദയ്ക്ക് ചോദിക്കണം വായിട്ട്, അമ്മ എന്താ ഞാൻ ഇങ്ങനെ നിന്ന് പോകാനാണ് അമ്മ ആഗ്രഹിക്കണത്, എൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഒരു തീരുമാനമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട്. നമ്മൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി നിങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് വളർത്തണം, വിശ്വാസത്തിലേക്ക് വളർത്തണം, പ്രത്യാശയിലേക്ക് വളർത്തണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയിലൂടെ എന്നെ ദൈവസ്നേഹത്തിലേക്ക് വളർത്തണമേ, വിശ്വാസത്തിലേക്ക് വളർത്തണമേ, പ്രത്യാശയിലേക്ക് വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മളിങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ഡയലോഗുകളിലേക്ക് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത്. ഇതുണ്ട്, ഓരോ വ്യക്തികൾ ദൈവത്തോട് സംസാരിക്കണുണ്ടല്ലേ, അമ്മയോട് തുറന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ തന്നെ സമയം ഫിക്സ് ചെയ്യാൻ, ഇന്ന് രാത്രി അമ്മ ഈ വിഷയം സെറ്റാകണം. അപ്പോൾ എന്നിട്ട് അത് തന്നെയാണ് അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ടാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ, അമ്മ ദൈവത്തിന് കിട്ടിയ ഒരു അമ്മഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. പരിശുദ്ധ മറിയം സൃഷ്ടിയാണ്, നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ഒരാളാണ്. പക്ഷേ ദൈവത്തിന് ഇതിലൂടെ കൈവന്ന ഒരു മാതൃഭാവമുണ്ട്, ഭയങ്കര പരിപാലന. ദൈവം അത് അമ്മയിലൂടെ ശരിക്കും നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ നിലപാടെന്താ? ദൈവത്തിൻ്റെ നിലപാടല്ലല്ലോ അമ്മയുടെ നിലപാട്, രണ്ടും രണ്ടാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ നിലപാട് ഭയങ്കര ഉയർന്നൊരു നിലപാടാണ്, അമ്മയുടെ നിലപാട് താഴ്ന്ന നിലപാടാണ്. നിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു വരൂ. ദൈവം എന്താ പറഞ്ഞിരിക്കണത്? 12:29 വായിച്ചേ, ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:21. ലൂക്ക 12:29. എന്ത് തിന്നുമെന്നോ പക്ഷേ എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലചിത്തരാവുകയും വേണ്ട. ആകുലചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. വചനം മനസ്സിൽ പിടിച്ചേ. ലൂക്ക 12:29. എന്ത് പറഞ്ഞ ഒന്ന് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ വിചാരിച്ച് ആകുലചിത്തരാകേണ്ട. ആരാണിത് അന്വേഷിക്കണം എന്നാ പറയണത്? ഈ ലോകത്തിന്റെ സന്തതികളാണ് ഇതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ഒരു നിലപാട് കണ്ട, ദൈവികമായ നിലപാട്, ഉയർന്ന നിലപാടാണ്. ഈ നിലപാടുള്ള ആളിൻ്റെ അടുത്ത് എന്നിട്ടാണ് പറയണത് അവർക്ക് വീഞ്ഞില്ലെന്ന്. മനസ്സിലായില്ലേ? ഈ നിലപാട് എന്താണ്? എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചിന്തിച്ച് ആകുലപ്പെടേണ്ട. പിന്നെ ആരാണത് അന്വേഷിക്കണത്? ഈ ലോകത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ എന്താണ്? അമ്മ ഈ ലോകത്തിൻ്റെ സന്തതിയായിട്ട് താന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണത്. അത് മനസ്സിലായില്ലേ? അതായത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദൈവികമായൊരു നിലവാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലപാട്. ഞാനിപ്പോൾ ഒരു അമ്മയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളോട് മുഖം തിരിച്ചു നിൽക്കേണ്ടി വന്നേനാ. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം എന്താണ്? എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആകുലചിത്തരാകേണ്ട. ലോകത്തിൻ്റെ സന്തതികളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. ആ എന്ത് കുടിക്കുമെന്ന് പോലും ആകുലചിത്തരാകേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായ? അപ്പോൾ രണ്ട് വിഷയമാണ് ഇദ്ദേഹത്തെ ബ്രാൻഡഡ് ആകണത്. അതായത് ദൈവത്തിൻ്റെ നിലപാടിൽ എന്ത് കുടിക്കുമെന്ന് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എന്ത് ഭക്ഷിക്കുമെന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉത്കണ്ഠാകുലരാണ്. ഉത്കണ്ഠാകുലരായതുകൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ സന്താനങ്ങളാണ്. അവർക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ്. ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിനെ കൗൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് അമ്മ നമ്മുടെ കണ്ണുനീരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഇതാണ് അമ്മ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പം നിങ്ങളെപ്പോഴും കേൾക്കുന്നവർ മനസ്സിലാക്കണം എന്നറിയാവോ? അതായത് കേൾക്കുന്ന വിചാരിക്കുമോ കുടിച്ചും തിന്നൊക്കെ അമ്മയുടെ കൂടെ കഴിയാവില്ല. അതല്ല അമ്മയുടെ ഉദ്ദേശം. അമ്മയുടെ മനസ്സിൽ പറയും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമാണ്. ആരെ? ഈശോനെ. നിങ്ങൾക്ക് ഒരു അടയാളം സംഭവിക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്യണത്? അമ്മയിലൂടെ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മനസ്സിലായല്ലേ? അമ്മ ഒരു കൈച്ചുണ്ടിയാണ്. ഇതാണ് വഴി. ഇതിലേ പോയാൽ ക്രിസ്തുവിനെ കണ്ടെത്താം. അതാണ് അമ്മ. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആൻസിയോട് പറഞ്ഞു, ഇപ്പം ആങ്ങളുടെ കല്യാണം നടന്നല്ലോ. ഇപ്പം ആൻസി വളരെ അഭിഷിക്തയായിട്ട് നിൽക്കുകയാണ്. ആൻസിയോട് ആരോ പറഞ്ഞു, കൂട്ടുകാരത്തി പറഞ്ഞു, ആൻസി നീ IELTS എഴുതണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തുമാത്രം ഗ്യാപ്പാണെന്ന് നോക്കിയേ. 12 കൊല്ലമായി ഗ്യാപ്പ്. 2012 നഴ്സിംഗ് പാസ് ഔട്ട് ചെയ്ത ആളാണ്. ജീവിതം തീർന്ന്. ഇപ്പം ആരാണ്ട് വന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണേ? കൂട്ടുകാർ ചോദിക്കുകയാണ്, ആൻസി IELTS എഴുതണുണ്ടോ? അപ്പം അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല. ആ ഫീൽഡ് വിട്ടതാണ്, ആ ഫയൽ ക്ലോസ് ചെയ്തതാണ്. ഓർക്കുക, കൃപാസനം മാതാവ് നിൻ്റെ ഓപ്പൺ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത ഫയൽ പിടിപ്പിക്കും. കാര്യം തന്നെ അവർ അഹ്റോൻ്റെ പുത്രിയാണ്. അഹ്റോൻ്റെ നമുക്കറിയാമല്ലോ, ഒരു പച്ചത്തിരി ഇതിനകത്തുണ്ടല്ലോ ഇല്ലേ? ഉടമ്പടിയിൽ ഒരു പച്ചത്തിരിയുണ്ട്. അതെന്താണ്? പ്രളയം കഴിഞ്ഞു എന്ന് നിന്നോട് പറയുകയാണ്. പച്ചത്തിരി നിനക്ക് തരുമ്പോൾ എന്താണ് കൃപാസനം അമ്മ നിന്നോട് പറയണത്? മകനെ നിൻ്റെ ജീവിതത്തിൽ പ്രളയം കഴിഞ്ഞു. ബൈബിളിൽ പ്രളയം കഴിയുമ്പോഴല്ലേ, കര തെളിയുമ്പോഴല്ലേ ഒരുവിൻ്റെ കൊമ്പും കൊത്തിക്കൊണ്ട് പ്രാവ് വരണത്.
അത് പച്ച നിറമാണ്. കൈയടിച്ച് കർത്താസലല്ലി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജാൻസി അമ്മയോട് പറഞ്ഞു, അമ്മേ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ എന്നെ IELTS വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വയസ്സ് 35. അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ചമ്മലാണ്. അവിടെ 20 വയസ്സുകാരാണ് ഇരിക്കണത്. ക്ലാസ്സിൽ 20 വയസ്സുകാരാണ് ഇരിക്കണത്. എനിക്ക് വയസ്സ് 35. അവരാണെങ്കിൽ 20 വയസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ല, ഭയങ്കര ക്യാച്ചിങ്ങാണ്. അവർ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടല്ലേ എപ്പോഴാന്നാണ് അവർ സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് പറയണത്. ഇവിടെ കുറേ വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് വിട്ട് ടച്ച് വിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വളരെ പുറകിലെ ആളായത് കാരണം മുമ്പിൽ കൊണ്ടുവരാൻ, മുമ്പിൽ ഇവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ മദർ കോൺഫിഡൻസ് കൊടുക്കും. ഉടമ്പടിയോട് കൂടി ഉടമ്പടി നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും. അമ്മ ഇവളുടെ കോൺഫിഡൻസ് കൊടുത്ത് പറയും, നീ അവളുടെ കൂടെ ഒന്ന് എളിമപ്പെട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവരെ കൊച്ചുപോലെ അവർ 70 വയസ്സുകാരാണ്, നീ 35 പറഞ്ഞുകൊണ്ട് നീ ചമ്മരുത്, അതിൻ്റെ അഹങ്കാരമാണ്. നീ എളിമപ്പെടണം. എളിമപ്പെട്ടിട്ട് അവിടെ കൂടെ പോയിരിക്കണം. ബാക്കിയുള്ളത് ചെയ്യണതാരാ? ഞാനാ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ മതി. അതിൻ്റെ ഫലം ആരുടെ കയ്യിലാണ് ഉള്ളത്? ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. നിങ്ങളോട് അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് അവിടെ 20 വയസ്സുകാരുടെ കൂടെ ഇരുന്ന് പോയി പഠിക്കുക മാത്രമില്ല, പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സായി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. യേശുവേ ഞങ്ങളെ എളിമപ്പെടുത്തി അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നീ എന്നാശ്രയം ഏതു നേരത്തും മേരി മാതാവേ, എൻ്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതു നേരത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ നമ്മുടെ ജീവിതമാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? നിൻ്റെ ജീവിതം, നിൻ്റെ അവസ്ഥ, നിൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ? നിൻ്റെ കൺകോളിൽ ഒളിച്ചിരിക്കുന്ന കണ്ണുനീര് കാണുന്ന അമ്മയുടെ സൗഹൃദമാണ് നമുക്ക് ഉടമ്പടി നൽകണത്. അതുകൊണ്ടാണ് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അമ്മയെപ്പോലെ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ഉടമ്പടിയിൽ അങ്ങ് മുഴുകണം. അങ്ങനെ മുഴുകിയ ദൈവം ഓൺലൈനാണ്. ആൻസി പരീക്ഷയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ, IELTSകാരെയും വിസ വരാത്തവരെയും ഓഫർ ലെറ്റർ വന്നവരെയും പൈസ കൊടുത്തവരെയും പ്രതിസന്ധിയിലായവരെയും എല്ലാവരെയും നേരത്തെ പ്രാർത്ഥിക്കുക. ഇപ്പം ആൻസി പറയണത്, ആൻസിയുടെ തലയെ കൈ വെച്ചിട്ട് ഞാൻ ഇവളുടെ പാസ്പോർട്ട് കൊണ്ട് ഞാൻ അമ്മയെടുത്ത് കൊടുക്കും. പാസ്പോർട്ട് കൊടുക്കുമ്പോൾ അമ്മ 4 എന്ന് എന്നോട് പറയും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പറയും, ആൻസി 4:14 അമ്മ പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമുള്ള കേസല്ല ഇത്, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് 4:14 എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അവളത് അമ്മ പറയണത് വിശ്വസിച്ചോ. നമുക്കറിയാം, ഇവിടെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കർത്താവ് എനിക്കൊരു ബോധ്യം തരും. അപ്പോൾ ഞാനത് അവരോട് പാസ് ചെയ്യും. അപ്പം 4:14 അമ്മ പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്താ വെച്ചാൽ പൊട്ടക്കേസല്ല ഇത്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ 4-ാം മാസത്തിൽ അവൾ കയറിപ്പോയി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ മക്കളെ മെക്കാനിക്കൽ, ഇപ്പം നമുക്കറിയാമല്ലോ, പണ്ട് ഈ ലോറിയൊക്കെ ഓടിക്കണില്ലേ, പഴയ ലോറിയൊക്കെ അല്ലേ, 5 ടൺ ലോറിയൊക്കെ ഓടിക്കുമ്പോൾ അത് മെക്കാനിക്കൽ സ്റ്റിയറിങ്ങാണ്. അതൊക്കെ ഇങ്ങനെ സ്റ്റിയറിങ് പിടിച്ച് വളക്കണമെങ്കിൽ ഡ്രൈവറിൻ്റെ 18 മസിലും നമുക്ക് കാണാം, പുറത്ത് കാണിക്കാതെ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോഴേ പവർ സ്റ്റിയറിങ് അല്ല, അതിങ്ങനെയല്ല കാണിക്കത്തുള്ളവർ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പ്രെയർ പവർ സ്റ്റിയറിങ്ങിലാക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് അഭിഷേകമാകും. ഇപ്പോൾ ആൻസിയുടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ആൻസിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. വിറക്കും, പിന്നെ വിറക്കും, പല പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവൾ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അഭിഷേകമായിട്ട് കിട്ടും. പുസ്തകം നോക്കാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്ന ഉടനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വായിന്ന് വരും. അതിന് അഭിഷേകം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, നമ്മളൊരു പ്രഗ്നൻസിയിൽ മകളുടെ പ്രസവത്തിന് പോയി നിൽക്കുകയാണ്. അപ്പോൾ അവളെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി, അപ്പോൾ അമ്മ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയണ്ട,
പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ വഴിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിനാണ് പവർ പ്രേയറിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്ന് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയണത്, ഞാൻ ഇത്രയും പേടിച്ച് വേർത്തും ഭയപ്പെട്ടുമൊക്കെയാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴേ വണ്ടിയെ താക്കോൽ ഇട്ട് തിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അറിയാതെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഞാനത് കുറച്ച് ഞാൻ മനസ്സിലാക്കണത് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ല എന്ന്. അപ്പോൾ ഭയമെല്ലാം പോയി. പ്രയർ അഭിഷേകമായി കഴിഞ്ഞാൽ ഭയം പോകും. ഭയത്തെ കളയാൻ ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ എന്ത് വിഷയമായാലും നിങ്ങളിത് അഭിഷേകമായി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അനുബന്ധ പ്രാർത്ഥനകളും അഭിഷേകമാകാൻ എന്നെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നിങ്ങൾ ഈ ഉടമ്പടി 1, 2 ഒക്കെ പുതുക്കി വരില്ലേ? ഇപ്പോൾ ഉടമ്പടി സിൽവർ ഗ്രേ നിങ്ങൾ കണ്ടോ? 10 or 12 പേർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ. എന്നുവെച്ചാൽ 4ാം കൊല്ലം ഉടമ്പടിയിൽ ജീവിക്കുന്നവരെയാണ് സിൽവർ ഗ്രേ വരണം ഫസ്റ്റ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ജീവിത രീതിയാകും. ചിലപ്പോൾ 1,00,000 പേർ ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ ആ 10 പേരൊക്കെ ആ മേഖല വരത്തുള്ളായിരിക്കും. ഇനി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാര്യം ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി ജീവിത രീതി പോലെ എടുക്കുന്നുണ്ട്. കാര്യം അത് കൗതാശികമായിട്ട് ആൾക്കാരെ ശക്തിപ്പെടുത്തും, സഭയുമായിട്ട് ശക്തിപ്പെടുത്തും. അവൻ ഏത് സഭയിലാണ് വിശ്വസിക്കണം ആ സഭയിൽ അവനെ ശക്തിപ്പെടുത്തും. അങ്ങനെ കൃത്യതയോടുകൂടി ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ഏറ്റവും ഇഷ്ട കാര്യങ്ങളിൽ. അതായത് നമ്മൾക്ക് ഇന്ന കാര്യമൊന്നുമല്ല, എന്ത് കാര്യവും നമുക്ക് കമ്മ്യൂണിക്കബിളാണ്. ഒരു മരിയ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണവതാണ്. അമ്മയ്ക്കൊന്നും നിസ്സാര ചെറിയ കാര്യങ്ങളല്ല. അമ്മ സന്തോഷിക്കണമൊക്കെ വലിയ കാര്യത്തിലായിരിക്കും, ചെറിയ കാര്യത്തിൽ സന്തോഷിക്കത്തില്ല. പക്ഷെ എന്നൊക്കെയല്ല, അതായത് അമ്മ സന്തോഷിക്കണതൊക്കെ വലിയ കാര്യത്തിലാണ് സന്തോഷിക്കണത്, ചെറിയ കാര്യത്തിൽ. നിങ്ങളതുപോലെ ഇരിക്കണം, ഞാനും അതുപോലെ ഇരിക്കണം. ചെറിയ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലേ, ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1:49 എടുത്തേ. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്നേറ്റ് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പൊ ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോഴേ അത് അതിന്റെ ഫീൽ എന്താണ്? സന്തോഷമാണ്. സന്തോഷത്തിലാണ് ഇത് പറയണത്. സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? ലൂക്ക 1:47 എടുത്തേ. ലൂക്ക 1:47. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ അമ്മയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ലേ? ശരീരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു വിശ്വാസിയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാര്യം ക്രിസ്തുവിന് മഹത്വം ഉണ്ട്, നമുക്ക് ആനന്ദമുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ താമസിച്ചു പോയാലും, നമ്മുടെ രോഗം സുഖപ്പെടാതെ താമസിച്ചാലും, അതുവഴി നമ്മുടെ വിശ്വാസം വളർന്ന് ക്രിസ്തുവിന് മഹത്വം ഉണ്ടായി നമുക്കെന്താ ഉണ്ടാകണം? ആനന്ദം ഉണ്ടാകണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് അമ്മയുടെ ആനന്ദം എങ്ങനെയാണ്? വലിയ കാര്യങ്ങളിലാണ് അമ്മ ആനന്ദിക്കണത്. ആ ആനന്ദത്തിന് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ കാര്യങ്ങളിൽ ആനന്ദത്തിന് കാരണമില്ല, അത് നിസ്സാരമായിട്ട് കരുതും. അതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? വലിയ കാര്യങ്ങളിലാണ് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി സ്പീക്കിംഗ് ആ വ്യക്തി വലിയ കാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകത്തുള്ളവർക്ക് ചെറിയ കാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകത്തില്ല. പിടിയിട്ടില്ലേ? വെരി സിമ്പിളാ. അമ്മയിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക്. ഇപ്പം അമ്മയുടെ ഇപ്പം ലൂക്ക 1:49 എന്താ പറയണത്? ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആനന്ദത്തോടെ അത് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ലൂക്ക 1:47 എന്താണ്? എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം പറഞ്ഞേ, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോഴേ അമ്മയുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം രക്ഷകനായ ദൈവമാണ്. രക്ഷകനായ ദൈവം ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള ആനന്ദമാണ് എല്ലാ വിഷയത്തിൻ്റെ ആനന്ദമായാലും ദുഃഖമായാലും അമ്മയുടെ ആത്മീയതയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്.
അപ്പോൾ ക്രിസ്തുവിൽ മാത്രം ആനന്ദിക്കുന്ന കാരണം വലിയ കാര്യങ്ങൾ മാത്രമേ അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ചെറിയ കാര്യങ്ങളിൽ അമ്മയ്ക്ക് സന്തോഷം അത്ര കണ്ട് പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് അമ്മയുടെ ദുഃഖത്തിൻ്റെ നിലവാരവും. ചെറിയ കാര്യങ്ങളൊന്നും ദുഃഖിക്കത്തില്ല. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതൊക്കെ മോങ്ങിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? പട്ടിമോങ്ങണ പോലെ കാണണം എല്ലാത്തും. ഇപ്പോൾ ഒരു പെണ്ണ് നേരത്തെ പറഞ്ഞ് എൻ്റെ മകള് ലൈൻ അടിച്ചവൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യമെന്ന്. എന്താ കാര്യം? നിനക്കിന് ഇപ്പം എൻ്റെ അവന് ചെറുക്ക കിടക്കേണ്ട ആവശ്യമില്ല ഉണ്ടാ? ഇല്ല, തീർന്നു. ആ പ്രശ്നം തീർന്നു. എല്ലാ പ്രശ്നവും തീരുകയാണ് നിനക്ക്. ഞാൻ പറഞ്ഞ് മക്കളെ പറഞ്ഞ് വിടരുത് കേട്ടാ. എന്താ ഇവളെ എല്ലാത്തിനും മോങ്ങണ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവ് വെള്ളം അടിച്ചെന്നും പറഞ്ഞു നീ എൻ്റെ അടുത്ത് മോങ്ങിയില്ലേ കുറേ നാളായിട്ട്? ശരി, അപ്പോൾ വെള്ളമോട് നിർത്തിയാ? ഇപ്പം ഇല്ല. മോങ്ങൽ നിർത്തിയാ? ഇല്ല. എന്നാ പിന്നെ എന്താ മോങ്ങണത്? പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നിങ്ങളിങ്ങനെ ഓരോ കാര്യത്തിനും കരയാൻ തുടങ്ങിയ മരണം വരെ കരയേണ്ടി വരും. കരയേണ്ടെന്ന് തീരുമാനിച്ച ക്രിസ്തുവിലെ പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ തീരുമാനിക്കുന്നു. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ കരയത്തില്ല. ക്രിസ്തു കൈമോശം വന്നാൽ മാത്രമേ ഞാൻ വലിയ വിഷമം പരിശുദ്ധ അമ്മയെ പോലെ പ്രകടിപ്പിക്കത്തുള്ളൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ സുവിശേഷത്തിന്റെ പക്വതയിലേക്ക് പരിശുദ്ധ അമ്മ പ്രകടിപ്പിച്ച ജീവിത സമീപനത്തിലേക്ക് ഉടമ്പടിയിലൂടെ എന്നെ ഉയർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിയൻ എന്ന് പറയണത് ഒരു ജീവിത സമീപനവുമാണ്, അതുപോലെ തന്നെ ഒരു സംസ്കാരമാണ്. മരിയനൊരു സ്വഭാവമാണ്. മരിയൻ സ്വഭാവം, മരിയൻ സമീപനം, മരിയൻ സംസ്കാരം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി മുന്നേറുന്ന മറിയത്തിൻ്റെ ജീവിത സമീപനങ്ങൾ നമ്മളെ സുവിശേഷ പക്വതയിലേക്ക് നയിക്കും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ദൈവസ്നേഹത്തോടെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി സമീപിച്ചുകൊണ്ട് ഈടുള്ള വിശ്വാസിയായി മാറുമ്പോൾ ആണ് അഭിഷേകം നമുക്ക് ലഭിക്കണത്. ദൈവമായിട്ട് ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം തുടങ്ങും. അഭിഷേകം ആദ്യം അറിവായിട്ടാണ് നമുക്ക് വരണത്. അറിവിൻ്റെ ആത്മജ്ഞാനം പ്രാപിക്കുമ്പോഴാണ്, അറിവിൽ ഒരു ഇന്ദ്രിയം കൂടി കയറുമ്പോൾ ആത്മാവിൻ്റെ ഇപ്പം അന്ധക്കരണം, അന്തർനേത്രം, അന്തർജ്ഞാനം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ആന്തരിക മനുഷ്യൻ്റെ അവയവങ്ങൾ ദൈവത്തെ അറിയുന്ന സംവേദനക്ഷമതയുള്ള സംവിധാനങ്ങൾ കൂടി അതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഈ അറിവൊക്കെ അഭിഷേകമായിട്ട് മാറും. അഭിഷേകമായി മാറിയാൽ എന്താ ഗുണം? നമുക്ക് വചനം ഇപ്പം തന്നെ കർത്താവ് ചോദിക്കണില്ലേ, അമ്മ രക്ഷപ്പെട്ടത് എവിടെയാണ്? വചനം അഭിഷേകപൂർവം ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അമ്മ രക്ഷപ്പെട്ടത്. ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? ഈശോ നോട്ടടിക്കണേ ചെയ്തത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? എനിക്കും നിനക്കും എന്ത് അല്ലേ? 2:4 അല്ലേ? അത് നിങ്ങൾ അമ്മയുടെ അടുത്ത് നെഗറ്റീവാണ് പറഞ്ഞിരിക്കണത്. പക്ഷെ അമ്മ അതിൻ്റെ അകത്ത് അഭിഷേകമുള്ളത് കൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് തിരിച്ചറിഞ്ഞത്. എന്താണ് ഇപ്പോൾ അമ്മയോട് എന്താ ഈശോയോട് എന്താ പറഞ്ഞത്? 2:4 യോഹന്നാന്റെ സുവിശേഷം, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ എന്താ തിരിച്ചു പറയണത്? അതിനെനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനി സായി. അപ്പോൾ എൻ്റെ സമയം ഇനി ആയിട്ടില്ലെന്ന് പറയുമ്പോൾ അഭിഷേക വിധി പ്രകാരം അമ്മ എങ്ങനെയാണ് അത് ഗ്രഹിക്കണത്? അപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അനുഗ്രഹത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല, ആയിട്ടില്ലെന്ന് പറയുമ്പോൾ ഈശോയും ഏതാണ്ട് ഇതേ രീതിയിലാണ് നിങ്ങൾ സുവിശേഷം വായിക്കണമെന്ന് ആഗ്രഹിക്കണത്.
കർത്താവ് പറഞ്ഞു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്ന. രണ്ട് വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യത്തിന് ഇവർ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതിൻ്റെ സിക്സിൻ ലേബൺ, പിന്നെ അതിൻ്റെ ജീവിത സാഹചര്യം, അതിൻ്റെ ഹെർമനറ്റിക്സ്, അതിൻ്റെ എറ്റിമോളജി, അവൻ്റെ ജിയോഗ്രഫി, ഇങ്ങനെ കുറേ കാര്യം. ഒന്നും ആവശ്യമില്ല, പല കാര്യവും ആവശ്യമില്ലാത്തതാണ്. കാര്യം അതിനകത്ത് ക്രിസ്തുവിനെ അറിയാൻ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാതെ നിവർത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. പക്ഷേ അത് പോട്ടെ, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു സ്കോളാസ്റ്റിക് അക്കാഡമിക് ലെവലാണ്. എൻ്റെ അക്കാഡമിക് ലെവലിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ വചനത്തിൻ്റെ അഭിഷേക ലെവലുണ്ട്, അത് വേറെയാണ്. അത് നമ്മൾ ദൈവസ്നേഹത്താൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം, സുവിശേഷ ജീവിതം, സാക്ഷ്യ ജീവിതം ദൈവം അംഗീകരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ബോധ്യമാണ് അഭിഷേകമായിട്ട് മാറണത്. അതാണ് ഈശോ ചോദിക്കുന്നത്. 12:26 ലൂക്കാന്റെ സുവിശേഷം 10:26. അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിത്യജീവൻ പ്രാപിക്കാൻ. ചോദ്യം ഇതാണ്. അവൻ ചോദിച്ചത് എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം അതിന് ഈശോ ചോദിച്ചത് എന്താണ്? തിരിച്ച് അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അത് പ്രസക്തമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് ക്ലിയർ. നീ എന്ത് വായിക്കുന്നു എന്ന് പറയണത്, നിയമത്തിൽ എന്ത് എഴുതിയാലും വചനം നമുക്കറിയാവില്ല. ആകാശം ഭൂമിയും കടന്നു പോയാലും ഞാൻ പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവത്തില്ല. എല്ലാ മനുഷ്യ ജീവിത സാഹചര്യവും ഒന്നല്ല. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളോട് ഒരുമിച്ച് വചനം ഇൻട്രാക്ട് ചെയ്യും. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇതുപോലെ തന്നെ ഒരു അഭിഷേക നിലവാരമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടിയിൽ നിന്ന് വിട്ടു പോരുതെന്ന് പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി ക്രമപ്രകാരമുള്ള ചിട്ടപ്പടി നിങ്ങൾ കൃപാസനത്തിൽ വരണമെന്നോ അല്ലെങ്കിൽ കൃപാസനത്തിൽ തന്നെ കെട്ടിക്കേട്ട് കാണാത്ത കയറി ഇവിടെ കെട്ടിയിടണമെന്നൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടമ്പടി വന്നില്ലെങ്കിലും ഇവിടെ ഈ ഉടമ്പടിയുടെ ലൈഫിൻ്റെ കാലം കഴിഞ്ഞാലും നിങ്ങളെ ഹൃദയത്തിൽ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവസ്നേഹത്തോടെ. കാര്യം വളരെ പക്വതയുള്ള മാതൃകാപരമായ സത്യസന്ധമായ ദൈവം അംഗീകരിക്കുന്ന 10,000ങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളുള്ള, നമുക്കറിയാവില്ല, വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ PSCയുടെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ, രാധാകൃഷ്ണൻ സാർ അല്ലേ? രാധാകൃഷ്ണൻ സാർ ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഷംസീർ ഒരു വിവാദം ഉണ്ടാക്കി. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ? എന്താ വിവാദം? എന്താണ്? ഗണപതി പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറയാം. അദ്ദേഹത്തിനകത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം അദ്ദേഹത്തിൻ്റെ മതത്തെ നല്ല ശരിക്കും ഉയർത്തി പറയുന്ന ആളാണ്. അപ്പം മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട കാര്യമില്ല. പക്ഷേ താഴ്ത്തി പറഞ്ഞാണെന്ന് ഞാൻ കരുതണില്ല. എന്താ കാര്യത്തിന്? അദ്ദേഹവും ഞാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അദ്ദേഹം അധ്യക്ഷനായിട്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഉദ്ഘാടനമായിട്ട്. അപ്പോൾ അന്ന് ഷംസീർ പറഞ്ഞത്, ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത് മുഴുവനും ശാസ്ത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. AI കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ നേച്ചറാണത്. എല്ലാ സ്ഥലങ്ങളിലും പോയി കുഞ്ഞുങ്ങളിലും ശാസ്ത്രീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി സംസാരിക്കും. പുള്ളി എവിടെ സംസാരിച്ചാലും ശാസ്ത്രത്തിൻ്റെ ഒരു പങ്ക് അതിനകത്ത് ഉണ്ടാകും. ആ രീതിയിൽ പറഞ്ഞു പോയതാണ് സംഭവം. അല്ല പുള്ളി മോശം ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഉപദ്രവിക്കണമെന്ന കാര്യത്തിൽ കൂടി പറഞ്ഞതല്ല. പുള്ളി അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയാണത്. പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഒരു നല്ല അദ്ദേഹത്തിൻ്റെ മതത്തിൽ സുന്ദരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം മറ്റുള്ളവരുടെ മതത്തിന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സാധനം തന്നെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് സെമിനാറിൽ. സെയിം തിങ്. അന്ന് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാര്യം സ്വന്തം വീട്ടിലുള്ള ഒരു അമ്മയൊക്കെ പറഞ്ഞാലും മക്കളെ തല്ലിയാലും മക്കൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും. കമൻറ്റ് താഴെ ഈ വിഷയത്തിൻ്റെ താഴെ കമൻറ്റുകളുണ്ട്. എന്താണ് അവസാനം വന്നപ്പോൾ എന്താ വന്നത്? ശാസ്ത്രം ഒരു സ്ഥലത്ത്, പിന്നെ എന്താണ് മിത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ രീതിയിൽ ആ രീതിയിലാക്കി കളഞ്ഞ ആൾക്കാർ ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് ഇതാണ്. അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പനെന്ന് പറയണത് നമ്മുടെ വിശ്വാസം. അതാണ് വിശ്വാസം എന്ന് പറയണത്. അമ്മ പറയണത് ഇതാണ് നിൻ്റെ അപ്പൻ. ഞാൻ കുഞ്ഞുനാൾ പോലെ അപ്പനെന്ന് വിശ്വസിച്ച് പോവുകയാണ്. അതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ
ഞാൻ DNA ടെസ്റ്റിന് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അപ്പനല്ലെന്ന്. അത് ശാസ്ത്രം. കമൻറ്റ് നമ്മൾ, അതായത് ഈ മനുഷ്യൻ, കേരളം ഒത്തിരി സാക്ഷരത വളർന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, അപ്പോൾ ഞാനിത് കമൻറ്റ് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത് വിശ്വാസം, DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അല്ലെന്ന് തെളിഞ്ഞത് ശാസ്ത്രം. അപ്പോൾ ഇവിടെ ഒരു വിഷയം വരാൻ പോണത്, DNA ടെസ്റ്റ് നടത്താൻ ആഗ്രഹമുള്ള ആർക്കാണ്? അപ്പനെ സംശയമുള്ള ആൾക്കാരല്ലേ? നമുക്ക് സൃഷ്ടിച്ച ദൈവമാണെന്നൊരു സംശയവും നമുക്കില്ലല്ലോ, ഇല്ലേ? അപ്പനെ സംശയമുള്ള ആൾക്കാർ DNA ടെസ്റ്റ് നടത്തും. യുക്തി കൊണ്ട് കാര്യങ്ങളെ കാണാൻ പോകുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും ശാസ്ത്രം ഉപയോഗിക്കും. ദൈവം ശാസ്ത്രത്തിന് പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. ദൈവം ശാസ്ത്രത്തിന് പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവം വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. രാധാകൃഷ്ണൻ സാറ് PhD ചെയർമാനാണ്. വിശ്വാസികളുടെ അടിസ്ഥാനം എന്താണ്? അനുഭവങ്ങളാണെന്ന്. അനുഭവങ്ങളാണ് ഈ ഓരോ മതത്തെയും നിലനിർത്തുന്നതും അതിനെ ഉയർത്തുന്നതുമെല്ലാം ആ വിശ്വാസികളുടെ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ സംസാരിച്ചോളും. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാടെന്താണ്? അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണമെന്നാണ്. അതാണ് സഭ, അതാണ് കൃപാസനം ഹോൾഡ് ചെയ്യണത്. അതാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്ലൈമർ നോക്കിയാൽ മതി. നിങ്ങൾ കൃപാസനം പത്രത്തിന് താഴെ ഒരു അറിയിപ്പുണ്ട്. നിങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം സാക്ഷ്യം പറയുന്ന ആളിനാണ്. തരിമണിസ് എന്താണ്? അത് എവിഡൻസ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, അതായത് ഒരു വിഷയത്തിന് അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം എന്താണ്? അനുമാനം. നമ്മളെല്ലാവരും അനുമാനത്തിൽ എത്തിച്ചേരുക. അനുമാനം എന്ന് പറയും, ഇൻഫറൻസ് എന്ന് പറയും. ഇപ്പം നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തെ പോലും ഈ സാക്ഷ്യത്തിൽ പോലും ഉള്ള എന്താ വർക്ക് ചെയ്യണത്? അനുമാനങ്ങളാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാർക്ക് തൊട്ടനുഭവമുണ്ട്, ചില ആൾക്കാർക്ക് കണ്ടനുഭവങ്ങളുണ്ട്. അവരോടത് മാറാൻ പറഞ്ഞാൽ മാറുക. പെടൽ പോയാലും അവർ നിൽക്കും, ഇല്ലേ? മണിപ്പൂർ പെടൽ ചെത്തിയെടുത്തിട്ടും ആ കാട്ടിക്കിടന്ന് അലരിയ പറഞ്ഞ കണ്ടല്ലേ? അതാണ് വിശ്വാസം. അതിനെ തൊടാൻ പറ്റുക? നിങ്ങളുടെ തോക്കിനോ നിങ്ങളുടെ വാളിനോ ഒരു വിശ്വാസിയുടെ നെഞ്ചത്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഈ ശരീരം കുത്തിക്കയറാൻ തരും. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, ഐ വിൽ റീബിൽഡ് ഇൻ 3 days. അതാണ് വിശ്വാസം. ഈശോ തന്നെ പറഞ്ഞില്ലേ, നീ ദേവാലയം നശിപ്പിക്കുക, തൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ അത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം. അപ്പോൾ വിശ്വാസം എന്ന് പറയണത് പുനരുദ്ധാനത്തിൻ്റെതാണ്. ഏത് തകർച്ച ചെയ്യുന്നു അവൻ പുനരുദ്ധരിച്ച് വരും. ഏത് തകർച്ച ചെയ്യുന്നു. ഇപ്പോൾ മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞു വെച്ച് ആക്രമിക്കുന്നു. ഇപ്പം തന്നെ അവിടുത്തെ ബിഷപ്പ് പറയുന്ന എതിരായിട്ടാണ് കർദിനാൾ പറയണത്. കർദിനാൾ ഓൾസോൾഡ് പറയുന്നത് അത് വർഗീയ വംശ സമരമാണെന്ന് പറയും. അവിടുത്തെ ബിഷപ്പ് പറയും അങ്ങനെയല്ല, വിശ്വാസികളെ വളഞ്ഞു വെച്ച് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയും. ഇപ്പം നമ്മൾ ആരെ വിശ്വസിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വരുന്നുണ്ട്. പക്ഷേ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടായാലും കർത്താവ് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, ഇല്ലേ? എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ജീവനെ പുനരുദ്ധരിച്ചവനാണെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ന് വരെ ജീവിച്ച് വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂടെ അവൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ, മലയടിവാരത്തിലാണ് മലയടിവാരത്തിൽ, കടലിൽ. ഐ വിൽ നോട്ട് ഇൻ എനി വേ ഡിസോൺ യു. ഞാൻ നിന്നെ ഒരു കാലത്തും നിന്നെ പുറന്തള്ളുകയില്ല. എൻ്റെ സഹോദരങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിവിടെ പാല്, അതുപോലെ തന്നെ കഞ്ഞ്, വഴിയൽട്ടേഴ്സ്, വസ്തു, വിൽപ്പന, ജോലി, വീട്, വിവാഹം എന്നും കൊന്നും നിങ്ങളിതെല്ലാം കിട്ടുമ്പോൾ ഇതാണ് ക്രിസ്തുവെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ സ്നേഹമാണ്. പക്ഷെ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഇതിലല്ല തീർക്കേണ്ടത്. അത് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിത്യതയെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളെ സ്തുതിക്കുന്നവരെ സ്തുതിച്ചും വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലിയും അതൊന്നും അറിയത്തില്ലാത്തവരെ
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടിപ്പിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എവിടെയെല്ലാം ആരെല്ലാം എന്നെല്ലാം ഈ ആരാധന കൂടുന്നുവോ അവർക്കെല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കാലാതീതയായി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ലവനായ യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കുഞ്ഞു കാര്യങ്ങളെപ്പോലും ഓർത്ത് അവിടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്ന ദൈവമേ, അവൻ വിധവയുടെ ഏക മകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ കാരണത്താൽ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ശവപ്പെട്ടിയെ ഇടവഴിക്ക് തടഞ്ഞു നിർത്തിയ ദൈവമേ, നിന്റെ തടഞ്ഞു നിർത്തുന്ന വലിയ കരങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന, ദുരന്തത്തിലേക്ക് പോകുന്ന അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈ ആരാധനയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഴ്ത്തുന്നു. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. പാടി വാഴ്ത്തുന്നെല്ലാരും ഒരുമിച്ച് പാടുക. സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ അലറി അപദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൽ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. സന്തോഷത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിൻ അലറിയിൽ അപദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൽ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കൈകള് രണ്ട് പേരും നിങ്ങളുടെ ശിരസിൽ വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന അത്ഭുത കരങ്ങളാൽ ഇപ്പോൾ സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ഇപ്പോഴേ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. ഞങ്ങളിപ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഞങ്ങളിപ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആരെ മനസ്സിലോർക്കുന്നുവോ, അവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ അവരെ തളിക്കണമേ. മാർഗരോഗികൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ
പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും ഒരുമിച്ച് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും ആത്മാവിൻ അലരിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം സ്തുതി പാടിടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തോടെ പാടണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ചെയ്യുകയല്ല. ഐ മസ്റ്റ് നോ ദാറ്റ് യു ആർ ഹീൽഡ്. എനിക്ക് നിർബന്ധമാണ് നിങ്ങൾ ഇവിടുന്ന് കർത്താവ് നിങ്ങളെ തൊട്ടിട്ട് പോകണമെന്ന്. എനിക്ക് നിർബന്ധമാണ് ഇവിടെ ഈ എവിടെയെല്ലാം എന്തെല്ലാം എപ്പോഴെല്ലാം ഈ ധനം കൂടിയാലും ദേ മസ്റ്റ് ഫീൽ ജീസസ്. അവർ കർത്താവിനെ തൊടണം, കർത്താവ് അവരെ തൊടണം. ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഓർക്കും, കർത്താവ് ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനാ. അപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി പരപിതാവ് നിന്നെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പം നീ ഞങ്ങളുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ഇഹത്തിലായാലും പരത്തിലായാലും നീയാണ് ഞങ്ങളുടെ അവകാശം, നീയാണ് ഞങ്ങളുടെ ഓഹരി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാക്കോബിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പാടട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചാലല്ലാതെ ഞങ്ങൾ അങ്ങേ വിടുകയില്ല. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി താഴെ പറയുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്ക് മൂത്രം പോകുന്നില്ല, മലം പോകുന്നില്ല, ചില കുഞ്ഞുങ്ങളെ വീർത്തിരിക്കുന്നതായിട്ട് ഇപ്പോൾ ഈശോ കാണിച്ച് കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അമ്മയുടെ തോളയിൽ കിടക്കുന്ന കുഞ്ഞ്, 1 വയസ്സ് പോലും ഇല്ലാത്ത കുഞ്ഞിൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴേ. ഹല്ലേലൂയ നന്ദി. ഹല്ലേലൂയ പാടി വാഴ്ത്തുന്നെല്ലാരും വ്യക്തിപരമായി കാണുന്നത് സ്നേഹം ഓർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, മൂക്കിൽ ദിശ വളരുന്നവർ, അതുപോലെ ഉദരത്തിൽ സിസ്റ്റുള്ളവർ, നമുക്കറിയാമല്ലോ എത്രയോ സിസ്റ്റുകളാണ് കർത്താവ് ഓരോരുത്തരും വന്ന് സാക്ഷ്യം പറയുന്നില്ല. ഓപ്പറേഷൻ പോലും വേണ്ടാതെ സിസ്റ്റുകൾ കർത്താവ് പറഞ്ഞതാണ് സംഭവിക്കുന്നത്. കർത്താവ് മോസസിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന്. അതുപോലെ ഇന്ന് കാണുന്ന സിസ്റ്റ് നിങ്ങൾ നാളെ കാണത്തില്ല. അത് നിൻ്റെ ദൈവത്തിൻ്റെ നിന്നോടുള്ള സ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.